റോഡ് നവീകരണം ഇഴയുന്നതോടെ മഴക്കാലം നിലമ്പൂർക്കാർക്ക് നൽകുന്നത് വൻ ദുരിതം. നിർമ്മാണം കരാറെടുത്ത ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി നിസ്സംഗത കാണിക്കുന്നുവെന്നാണ് ആരോപണം. അറ്റകുറ്റപ്പണി കാരണം നിലമ്പൂരിൽ അഴിയാത്ത ഗതാഗതക്കുരുക്കാണ്. ഇതിനു പുറമെയാണ് റോഡിൽ വെള്ളം കെട്ടിനിന്നുള്ള ദുരിതം. ചന്തക്കുന്ന് മുതൽ നിലമ്പൂർ താലൂക്ക് ഓഫീസ് ഭാഗം വരെയുള്ള KNG റോഡിന്റെ ഭാഗങ്ങളിലാണ് ഓവുചാൽ നിർമ്മാണവും കലുങ്ക് നിർമ്മാണവും നടക്കുന്നത്. 5 കോടി രൂപയാണ് പ്രവൃത്തിക്കായി ചിലവഴിക്കുന്നത്. എന്നാൽ ജോലിയിലുള്ളത് വിരലിലെണ്ണാവുന്ന തൊഴിലാളികൾ മാത്രം. ഇതുപോലെയാണ് പ്രവൃത്തി തുടരുന്നതെങ്കിൽ പണി തീരാൻ കുറഞ്ഞത് ഇനിയും 1 വർഷത്തിലേറെ കാത്തിരിക്കേണ്ടി വരും. 2018-ലും 2019-ലും പ്രളയത്തിൽ വെള്ളം കയറി ഏറെ നഷ്ടമുണ്ടായതാണ് വ്യാപാരികൾക്ക്. ഈ സാഹചര്യത്തിൽ മഴ ഒന്ന് ശക്തമായി പെയ്താൽ പ്രളയം ഉറപ്പ്. അന്തർ സംസ്ഥാന പാതയായ KNG റോഡിൽ ഉൾപ്പെട്ട ഈ വെളിയന്തോട് 5 കോടി രൂപയുടെ ഈ പ്രവൃത്തി തുടങ്ങിയിട്ട് 6 മാസത്തിലപ്പുറമായി. ആകെ പണിതത് 2 കൾവർട്ടും അതിന്റെ കൂടെ ചെറിയ ഡ്രെയിനേജുമാണ്. ഡ്രെയിനേജിന്റെ പണി എവിടെയും പൂർത്തിയാവുന്നില്ല. കഴിഞ്ഞ മഴ പെയ്ത ഒരു മഴയെ കാര്യമായിട്ട് പെയ്തിട്ടുള്ള ആ മഴയിൽ ഇരുവശത്തുള്ള കടകളിലും വെള്ളം കയറുകയും ചെയ്തു. അതുപോലെ തന്നെ ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. നിരവധി വാഹനങ്ങൾ ഇവിടെ കുടുങ്ങി. ഇത്രയും പൈസ മുടക്കിയിട്ട് ഇവിടെ ഇതിനൊരു ഫലപ്രാപ്തിയിലും എത്തുന്നില്ല. ഇതിന്റെ അടിയന്തര നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. പ്രയാസങ്ങൾ ഇതിലെ ആ ഒരു 1-2 മണിക്കൂറോളം ഗതാഗതം തടസ്സം വന്നു. മാസങ്ങളായിട്ട് ഗതാഗത തടസ്സം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ ഇവിടെ വന്ന് കുടുങ്ങുകയാണ്. അതുപോലെ തന്നെ ഈ പരിസരത്ത് ഇരിക്കാൻ കഴിയും, അത്ര വലിയ പൊടിശല്യമാണ്. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഇതിന്റെ ഈ തൊഴിലാളികൾ ഈ പ്രദേശത്തേക്ക് വന്നിട്ടേ ഇല്ല. നിരവധി സ്ഥലങ്ങളിൽ നമ്മൾ പരാതി പറയുന്നുണ്ട്. പക്ഷെ ആരും തന്നെ ഈ പരാതി സ്വീകരിക്കാനോ കേൾക്കാനോ തയ്യാറാവുന്നില്ല. ശേഷം കട ഇപ്പൊ തുറന്നിട്ടില്ല. തുറക്കല്ല, പൗരവായ തുറക്കാവുള്ളൂ. പൊടിയും പിന്നെ വെള്ളക്കെട്ട് മാറുന്നുമില്ല. ഇപ്പൊ മിനിയാന്ന് ഫുള്ളായിട്ട് വെള്ളമാണ്. മിനിയാന്ന് ഇപ്പൊ 2 ദിവസമായിട്ട് അടവ്. ഇതാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിലാണെങ്കിൽ വെള്ളം പോകുന്നില്ല. ആ ചന്തക്കുന്നത്തെ വെള്ളം ഫുള്ളായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയോണ്ട് ഇപ്പൊ വെള്ളം പോകാനുള്ള വഴിയില്ല. അതൊന്ന് തീർത്ത് കിട്ടണം. ഒന്നില്ലെങ്കിൽ അവിടെ ചാലാർ റോഡിന് അവിടെ വെള്ളം തുറന്നു കൊള്ളണം. എന്നാലൊക്കെ നടക്കുള്ളൂ കാര്യങ്ങൾ. മറ്റേ ചന്തക്കുന്ന് ഫുള്ളായിട്ട് വെള്ളം ഈ വെളിയന്തോട്ടേക്കാണ് വരുന്നത്. അതുകൊണ്ട് കാര്യങ്ങൾ ഒഴിഞ്ഞു പോകുന്നില്ല വെള്ളം. കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ പെയ്തതോടെ റോഡിന്റെ ഈ ഭാഗം ചെറിയ പുഴയായി മാറി. ഈ ഭാഗത്ത് വെള്ളം കെട്ടിനിൽക്കുന്നതിനാൽ വ്യാപാരികളിൽ ചിലർ ഉപജീവന മാർഗമായ കടകൾ അടച്ചിട്ടിരിക്കുകയാണ്. നിലമ്പൂരിലെ പ്രധാന വർക്ക് ഷോപ്പുകളെല്ലാം ഈ ഭാഗത്താണെന്നതിനാൽ മഴ പെയ്താൽ വർക്ക് ഷോപ്പുകളിലേക്ക് വെള്ളം കയറും. പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ കൾവർട്ട് ഇത്രയും പൈസ ചെലവാക്കി ഇവിടെ വർക്ക് നടന്നിട്ടുണ്ടെങ്കിലും പക്ഷെ ഒരു പരിഹാരം പഴയ അതേ സ്ഥിതി തന്നെയാണ് ഇപ്പൊ കഴിഞ്ഞ മഴയത്ത് കാണാൻ സാധിച്ചത്. പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, ചാനലിലും പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഒരു വ്യത്യാസമില്ല. ആ വെള്ളക്കെട്ടിന് അതേ ഒരു പരിഹാരമില്ല. അതായത് വെള്ളക്കെട്ട് പഴയ പോലെ തന്നെ. ഇവിടുത്തെ ആളുകളെ ആശ്വസിച്ചിരുന്നു. കാരണം ഇത് വന്നാലെങ്കിലും ഒന്ന് ശരിയായി കിട്ടുന്നുള്ള ഒരു ആശ്വാസമായിരുന്നു. പക്ഷെ അതേപോലെ തന്നെ വാഹനങ്ങൾ ഇവിടെ ബ്ലോക്കായി തുടങ്ങി. അതേപോലെ തന്നെ സ്ഥാപനങ്ങൾ, കച്ചവട സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറി തുടങ്ങി. ഉപജീവന മാർഗം നടക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുടെ ഇവിടെ ചെറുകിട വർക്ക്ഷോപ്പുകളും അതുപോലെ തന്നെ കടകളും എല്ലാം ഉണ്ട്. എല്ലാവർക്കും വളരെ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പണികൾ മൊത്തം ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടുള്ള പണിയാണ്. കാരണം ഇത്രയും കാലമായി തുടങ്ങി കുറച്ച് ഇവിടെ ചെയ്യും, മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് മാറിപ്പോവും, പിന്നെ പണിക്കാരുണ്ടാവില്ല. വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കും. ഇത് എന്തെങ്കിലും ഒരു പരിഹാരം ഉടനെ അധികൃതർ ഭാഗത്തുനിന്ന് എന്തായാലും ഉടനെ ഉണ്ടായിക്കൊള്ളണം. അല്ലെങ്കിൽ കഴിഞ്ഞ പ്രളയം നമ്മളെല്ലാവരും കണ്ടതാണ്. കഴിഞ്ഞ പ്രളയത്തിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു. അതേപോലത്തെ ഒരു പ്രളയത്തിന്റെ ഒരു കെടുതി വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. കലിങ്ക് അശാസ്ത്രീയമായി നിർമ്മിച്ചുകൊണ്ട് അതിൽ കൂടെ വെള്ളം ശരിക്കും പോകുന്നില്ല. അത് വെള്ളം തടഞ്ഞു നിൽക്കുക ചെയ്യുന്നത്. പിന്നെ ആ കലിങ്കിന്റെ നടുക്ക് കൂടെ വലിയൊരു പൈപ്പ് ഉണ്ട്. അതിൽ ചണ്ടി ഒന്ന് അടഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഇത് അടയാനാണ് ചാൻസ് കൂടുതൽ. 2018 പ്രളയത്തിന്റെ മുമ്പ് തുടങ്ങിയ പണീന്റെ ബാക്കി പണിയാണ് ഇപ്പൊ എടുക്കുന്നത്. അന്ന് തൊട്ട് തന്നെ പകുതി പണിയെടുത്ത് നിർത്തിപ്പോയതാണ്. ഓവാലം അന്നൊക്കെ അതേമാതിരി കിടക്കുന്നതാണ്. ഇപ്പോഴൊന്നും ശരിയായ രീതിയിൽ വെള്ളം പോകുന്നില്ല. ദുരിതമാണ്. കടയ്ക്ക് ഒരു വണ്ടി കയറാനുള്ള സൗകര്യം ഇല്ല. ഇപ്പോൾ അന്ന് ഓവാലം തുടങ്ങിയ പണീന്റെ അരിച്ചാലെടുത്തതിന്റെ വർക്ക് കൊണ്ടേ ക്ലിയർ ആവാത്തതിന്റെ പേരിൽ കടയ്ക്ക് വണ്ടികളൊന്നും കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കടേന്റെ അടുത്ത്. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും വലിയ ദുരിതമാക്കുകയാണെന്ന് വെളിയംതോടിലെ വ്യാപാരികളും വർക്ക്ഷോപ്പ് ഉടമകളും പറയുന്നു. ഓവുചാലിന് ഉയരമില്ലാത്തതും ഭാവിയിൽ പ്രശ്നമാകും. മഴ പെയ്താൽ ആംബുലൻസിന് പോലും കടന്നു പോകാൻ കഴിയില്ല. നിലമ്പൂരിൽ നിന്നും കരിമ്പുഴയ്ക്ക് 5 കിലോമീറ്ററിന് താഴെയാണെങ്കിലും ഇത്രയും കുറഞ്ഞ ദൂരം കടക്കാൻ പലപ്പോഴും 1 മണിക്കൂറാണ് എടുക്കുന്നത്. അധികൃതർ ഇടപെട്ട് കരാർ കമ്പനിയെ കൊണ്ട് അടിയന്തരമായി നിർമ്മാണം പൂർത്തീകരിക്കണമെന്ന ആവശ്യം ശക്തമായി ഉയരുന്നുണ്ട്. ഈ ചാനൽ ന്യൂസ്, നിലമ്പൂർ. ഇടനെഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം. എംപയർ കോളേജ് ഓഫ് സയൻസ്. Empire College of Science, Moondal, Kuttipuram, Malappuram.